പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവർ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. മക്കളെ, ഇന്ന് നവംബർ മാസം 29 വെള്ളിയാഴ്ചയാണ്. ഇന്നത്തെ നിയോഗങ്ങളാണ് വെക്കേണ്ടത്. ഇന്നത്തെ ഉത്തരവാദിത്തങ്ങൾ, കർത്താവിൻ്റെ സഹായം ആവശ്യമായുള്ള എല്ലാ മേഖലകളും, യാത്രകൾ, സംരംഭങ്ങൾ, ചർച്ചകൾ, രോഗസൗഖ്യം, ജോലി, വീട്, വിവാഹം, വഴി, വിസ, ഇങ്ങനെ എന്തെല്ലാമാണ് എൻ്റെ മക്കൾക്ക് ആവശ്യമുള്ളത്. ആ മേഖലകൾ ഇനി വേണ്ടത്ര ഭക്തിയോ വിശ്വാസമോ തോന്നണില്ല എന്ന് ദൈവത്തോട് പറയണം. അങ്ങനെ പറഞ്ഞാൽ ആ വിശ്വാസം നമ്മളെ വർദ്ധിപ്പിച്ച് ദൈവം തരും. കർത്താവ് അതീവ പ്രസരിപ്പോടെ ഈ പൊന്നുഷസിനെ നിന്റെ നാവ് വിളിച്ച് അപേക്ഷിക്കാൻ ഇടയാക്കിയതിൻ്റെ കരുണയാണെന്ന് ഞങ്ങൾ കരുതുന്നു. കർത്താവ് നിന്റെ അവകാശം ഓഹരിമാകുന്ന തിരുസഭയുടെ നീ കരുണയായിരിക്കണം. അങ്ങയുടെ മക്കൾ നെഞ്ചിലും മുദ്ര വാങ്ങിച്ചിട്ടുള്ള വിശ്വാസത്തിനും മുദ്ര വാങ്ങിച്ചിട്ടുള്ള അങ്ങയുടെ മക്കൾ നമ്മുടെ ശിരസുക്കളെ അങ്ങയുടെ തിരുസന്നിധിയിൽ കൈകൾ കുപ്പി നിൽക്കുന്ന ഈ പ്രഭാതത്തിലെ നിന്റെ തിരുമുറുവാർന്ന വലതുകരം മക്കളുടെ ശിരസിൽ കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളുടെ സഞ്ചാരം, ഇന്നത്തെ യാത്ര എവിടെയെല്ലാമാണോ, ആരെല്ലാം കണ്ടുമുട്ടുന്നു, പോകുന്ന വഴികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, കണ്ടുമുട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു, ഉപയോഗിക്കുന്ന വാഹനങ്ങളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ, കർത്താവ് ഞങ്ങളുടെ അശ്രദ്ധയിലും ഞങ്ങളുടെ പലതരത്തിലുള്ള മിസ്സിംഗ് ആയിട്ടുള്ള സമയങ്ങളെല്ലാം കർത്താവെ നിന്റെ പ്രത്യേക പരിപാലനം ഞങ്ങൾക്കുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾ ആവശ്യിക്കട്ടെ. നിങ്ങൾ പോകുന്ന ഇടങ്ങളിൽ, കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ, ചെയ്യുന്ന പ്രവൃത്തികളിൽ എല്ലാം പരിശുദ്ധാത്മാ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിന് കർത്താവിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ നിങ്ങളെ ചുഴന്നു നിൽക്കട്ടെ. എൻ്റെ കർത്താവ്, അവിചാരിതമായ കാരണങ്ങൾ, ആകസ്മിക സങ്കടങ്ങൾ, ഞങ്ങളുടെ അവകാശം ഒക്കെ ജനങ്ങൾ നിന്റെ നാമത്തിൻ്റെ ശക്തിയാൽ, തിരുത്തത്തിൻ്റെ ശക്തിയെ സംരക്ഷിക്കപ്പെടട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ രോഗപീഠകളെ കർത്താവ് ഏറ്റെടുക്കട്ടെ. നീ കഴിക്കുന്ന മരുന്നുകൾ, നീ ഡെയിലി കഴിക്കുന്ന, തുടർച്ചയായി കഴിച്ചുകൊണ്ടേയിരിക്കുന്ന മരുന്നുകൾ നിന്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ നിന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ നിന്റെ തൊഴിൽ മേഖലകൾ, അധ്വാന മേഖലകൾ, ധനസമ്പാദന മേഖലകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിന്റെ ഭീതികൾ, ആധികൾ, വ്യാധികൾ യേശുക്രിസ്തു നാമം നീങ്ങിപ്പോകട്ടെ. ഐ കമാൻഡ് യു ഇൻ ദി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ബി ഹീൽഡ്. ലൂക്ക 4:2. 4:2. അവൻ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം അവിടെ കഴിഞ്ഞുകൂടി. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവസാനം അവന് വിശന്നു. യേശു ആത്മാവിന്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് മടങ്ങിപ്പോയി. അവന്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഈ 2 വചനങ്ങളിലെ ലൂക്ക 4:2, 4:14, ഒന്ന് കർത്താവ് പരീക്ഷണങ്ങളിലേക്ക് പ്രവേശിക്കുന്നതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മനസ്സ് തളരണ ദിവസങ്ങളെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിനെ പ്രലോഭനത്തിൻ്റെ കാലം എന്നാണ് വിളിക്കണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം ക്ഷയിക്കേണ്ട കാലം. ഇതിന് ഞാൻ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? എംപവർമെൻറ്റ് ടൈം എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീഡിങ് ടൈം എന്നൊക്കെ പറയും. ബൈബിൾ പറയണത് അത് പ്രലോഭനത്തിൻ്റെ ടൈം എന്നാണ്. പക്ഷെ എന്തിനാ ഉദ്ദേശിക്കണത്? ആ പ്രലോഭനങ്ങളുടെ സമയങ്ങളെല്ലാം നീ വിശ്വാസം, ക്രിസ്തുവിനെ പോലെ വിശ്വാസം നിലനിർത്തുകയും നിന്റെ ജീവിത പ്രശ്നങ്ങളെ വചനത്താൽ പ്രതിരോധിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രലോഭന കാലങ്ങളിൽ നമ്മൾ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കർത്താവ് വചനം കൊണ്ടാണ് പ്രതിരോധിക്കുന്നത്. അതുപോലെ നിന്റെ ജീവിത പ്രശ്നങ്ങളെയും ക്ലേശകാലത്ത്, പ്രലോഭനകാലത്ത് വചനം കൊണ്ട് പ്രതിരോധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? 4:14 സംഭവിക്കും. എന്താണ്? ആ കാലം കഴിയും. എന്നും കൊന്നും ഒരു കാലം ഇങ്ങനെ ഉണ്ടാകത്തില്ല. എന്നും കൊന്നും പ്രലോഭനമായിരിക്കത്തില്ല. എന്നും കൊന്നും രോഗമായിരിക്കത്തില്ല. എന്നും കൊന്നും പീഡയായിരിക്കത്തില്ല. എന്നും കൊന്നും ഭാരപ്പെടുന്ന അവസ്ഥയൊക്കെ. അത് കഴിയണ ഒരു സമയം കർത്താവുണ്ട്. അപ്പോൾ എന്ത് പറ്റും? ആത്മാവിൽ അവൻ ശക്തിപ്പെടും. അപ്പോൾ ഈ ടൈം കഴിയുമ്പോൾ ശരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശം എന്താണ്? ആത്മാവിൽ ശക്തിപ്പെടാൻ വേണ്ടി ദൈവം ഒരു ആത്മാവിൻ്റെ പ്രതികൂല കാലങ്ങളെ സൃഷ്ടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വചനവായൻ്റെ കാലമാണ്, എംപവർമെൻ്റ് കാലമാണ്, ഫീഡിങ് ടൈമാണ്, ഫീലിംഗ് ടൈമാണ്, ഇന്ധനം നിറക്കുന്ന കാലമാണെന്ന് ഓർത്തുകൊണ്ട് ഇന്ധനം നിറച്ചുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, വചനം പാലിച്ചുകൊണ്ടേയിരിക്കണം, വചനം പ്രാവർത്തികമായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ വിൽ ബി എംപവേർഡ്. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മൾ അതിനെ അതിജീവിച്ചിരിക്കും. അങ്ങനെ ഒരു നല്ല കാലം നിങ്ങൾക്ക് വരട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.